അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റിന് ഒരു തരത്തിലുള്ള ലീഗാലിറ്റിയും ഇല്ല. അതുകൊണ്ട് തന്നെ ആ ലീഗാലിറ്റി ഇല്ലാത്ത ഒരു കാര്യത്തെ നമുക്ക് ഒരിക്കലും കേസ് ഫയൽ ചെയ്യാൻ പറ്റില്ല എന്നാണ് സുപ്രീം കോടതി ഇവിടെ പറഞ്ഞത്. സെക്ഷൻ 376(2)(n) ഓഫ് IPC ഇറ്റ് ഡീൽസ് വിത്ത് റിപ്പീറ്റഡ് റൈപ്പ്. ഈ ഒരു സബ് ക്ലോസ് 1 ഓഫ് സെക്ഷൻ 5 ഓഫ് ഹിന്ദു മാരേജ് ആക്ട് 1955 വ്യക്തമായിട്ട് പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട് മാരേജ്. സുപ്രധാനമായിട്ടുള്ള ഒരു നിരീക്ഷണമാണ് സുപ്രീം കോടതിയിൽ നിന്നും ഇന്നുണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, ഇന്ത്യ എന്ന ഈ മഹാരാജ്യത്ത് ഓരോ ദിവസവും ഒരുപാട് ക്രൈംസ് നടക്കാറുണ്ട്, ഒരുപാട് കംപ്ലൈന്റ് FIR ഒക്കെ രജിസ്റ്റർ ചെയ്യാറുമുണ്ട്. അതിൽ ഒന്നാണ് വിവാഹം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് റിലേഷൻഷിപ്പിലേക്ക് പോവുകയും എന്നാൽ പിന്നീട് അത് ബ്രേക്കപ്പ് ആയി പിന്നീട് അത് ഒരു കേസായി, അതായത് റേപ്പ് അലിഗേഷൻ എന്ന റേപ്പ് കേസുമായിട്ട് പിന്നെ മുന്നോട്ടേക്ക് പോകും. കംപ്ലൈന്റ് ഫയൽ ചെയ്യും, അത് കോടതിയിലേക്കും. ഇങ്ങനെയുള്ള ഒരുപാട് കേസുകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, അതുപോലെ കോടതികളും കണ്ടിട്ടുള്ളതാണ്. ഇതിനൊക്കെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിരിക്കുകയാണ് ഇപ്പോൾ സുപ്രീം കോടതി. അതിന് നിരവധി കാരണങ്ങളാണ് സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഈ കേസ് എന്ന് പറയുന്നത് ഛത്തീസ്ഗഡിൽ നടന്നിട്ടുള്ള ഒരു സംഭവമാണ്. ഛത്തീസ്ഗഡിലെ ഈ രണ്ട് ലോയേഴ്സ് എന്ത് ചെയ്തു, ഫിസിക്കൽ റിലേഷൻഷിപ്പിലേക്ക് പോവുകയും, അതായത് പരസ്പരം വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഉറപ്പിലൂടെ റിലേഷൻഷിപ്പിലേക്ക് പോയി. 2022 മുതൽ 24 വരെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നു. പിന്നീട് അത് ബ്രേക്കപ്പ് ആയി. അങ്ങനെ 2025 ആ ലേഡി അഡ്വക്കേറ്റ് കേസ് ഫയൽ ചെയ്തു. റേപ്പ് അലിഗേഷൻ ആയിട്ടാണ് കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ അക്യൂസ് ആയിട്ടുള്ള ലോയർ ഹൈക്കോടതിയെ സമീപിച്ചിട്ട് ഈ പ്രൊസീജിയറൊക്കെ നിർത്തണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ ഹൈക്കോടതി അത് നിരസിച്ചു. അതിനെ തുടർന്ന് ഈ വ്യക്തി നേരെ സുപ്രീം കോടതിയിലേക്ക് എത്തി. സുപ്രീം കോടതിയിൽ നിന്നാണ് സുപ്രധാനമായിട്ടുള്ള ഒരു ഉത്തരവ് ഇന്ന് വന്നിട്ടുള്ളത്. സുപ്രീം കോടതിയുടെ നിരീക്ഷണം ഇപ്രകാരമാണ്. സുപ്രീം കോടതി പറഞ്ഞത് സെക്ഷൻ 376(2)(n) ഓഫ് IPC ഇറ്റ് ഡീൽസ് വിത്ത് റിപ്പീറ്റഡ് റൈപ്പ്. ഈ ഒരു പ്രൊവിഷൻ ഈ ഒരു കേസിൽ കൊണ്ടുവരാൻ സാധിക്കില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. അതിന് വ്യക്തമായിട്ടുള്ള കാരണങ്ങൾ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. ഒന്നാമതായിട്ട് സുപ്രീം കോടതി ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഈ കംപ്ലൈന്റിന്റെ 33 വയസ്സുള്ള ഒരു കല്യാണം കഴിച്ചിട്ടുള്ള ഒരു ലേഡിയാണ്. അതുപോലെ മൈനർ ചൈൽഡിന്റെ മദറും കൂടിയാണ്. അപ്പോൾ ഓൾറെഡി ലീഗലി മാരീഡ് ആയിട്ടുള്ള ഒരു സ്ത്രീ, അവർ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് സെക്ഷൽ ആക്ടിവിറ്റീസ് റിലേഷൻഷിപ്പിലേക്ക് പോയി. അതിനുശേഷം അവർ റേപ്പ് എന്ന് പറഞ്ഞ് ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. അതിന് വ്യക്തമായിട്ടുള്ള കാരണം സുപ്രീം കോടതി ഇവിടെ പറഞ്ഞിട്ടുള്ളത് സബ് ക്ലോസ് 1 ഓഫ് സെക്ഷൻ 5 ഓഫ് ഹിന്ദു മാരേജ് ആക്ട് 1955 വ്യക്തമായിട്ട് പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട് മാരേജ്. എന്ത് മാരേജ് ആണെന്ന് പറയുന്നത്, രണ്ട് ഇൻഡിവിജ്വൽസ് തമ്മിലുള്ള മാരേജ് പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. ഇഫ് അതിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക്, ആ മാരേജിന്റെ രണ്ട് ഇൻഡിവിജ്വലിന്റെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ജീവനുള്ള ലീഗലായിട്ടുള്ള ഒരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ, അതായത് ഹസ്ബൻഡോ അല്ലെങ്കിൽ വൈഫോ അവർക്ക് ഉണ്ടെങ്കിൽ, ആ ഒരു മാരേജ് പ്രൊഹിബിറ്റ് ചെയ്തിട്ട് ഹിന്ദു മാരേജ് ആക്ടിൽ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നിരീക്ഷണം നോക്കിക്കഴിഞ്ഞാൽ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്, ഈ ഒരു അക്യൂസ്ഡ് എന്ന് പറയുന്ന ഈ ഒരു അഡ്വക്കേറ്റ് വിവാഹം കഴിക്കാമെന്ന് പറയുമ്പോൾ തന്നെ ഈ ഒരു സ്ത്രീ, അതായത് ലേഡി അഡ്വക്കേറ്റ് ഓൾറെഡി മാരീഡ് ആണ്, ലീഗലി മാരീഡ് ആണ്. അപ്പോൾ ഈ ഒരു പ്രസക്തി, അതായത് ഈ കല്യാണം കഴിക്കാം എന്ന് പറയുന്നതിൽ ഒരു ലീഗാലിറ്റിയും ഇല്ല. കാരണം ഓൾറെഡി വിവാഹം കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തി അവിടെ ഉണ്ട്. അപ്പോൾ അവരെ കല്യാണം കഴിക്കാമെന്നാണ് ഈ അഡ്വക്കേറ്റ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്, ആ ഒരു സ്റ്റേറ്റ്മെന്റിന് ഒരു ലീഗാലിറ്റിയും ഇല്ല. കാരണം ഓൾറെഡി അത് നിയമം അത് പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഓൾറെഡി മാരേജ് ചെയ്ത ആൾക്കാരെ വീണ്ടും കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, സുപ്രീം കോടതി ഇവിടെ പറഞ്ഞിട്ടുള്ളത്, ഈ ഒരു കേസിൽ ഈ ഒരു ലേഡി അഡ്വക്കേറ്റ് അവർ ഡൈവോഴ്സിന്റെ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ അത് പ്രോസസ്സിംഗിലാണ്. ഇതുവരെ അതിനൊരു അന്തിമ തീരുമാനം വന്നിട്ടില്ല. അപ്പോൾ സ്റ്റിൽ അവർ ലീഗലി മാരീഡ് ആയിട്ടുള്ള ഒരു വിമൻ തന്നെയാണ്, ലേഡി തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ്, അതായത് 2022-24 വരെയുള്ള അവർ പറഞ്ഞിട്ടുള്ള കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റിൽ യാതൊരു ലീഗാലിറ്റിയും ഇല്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഒരു മാരീഡ് ആയിട്ടുള്ള വിമൻ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോവുകയും അതിനുശേഷം അത് ബ്രേക്കപ്പായി പിന്നീട് അതൊരു റേപ്പ് കേസ് ആണെന്ന് പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് നിലനിൽക്കില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ഹിന്ദു മാരേജ് ആക്ട് പ്രകാരമുള്ളതാണ്. അതായത് ഹിന്ദു മാരേജ് ആക്ടിന്റെ കീഴിൽ വരുന്ന ആളുകൾക്ക് മാത്രമാണ് ഈ ഒരു കാര്യം ആപ്ലിക്കബിൾ ആവുക. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് ടോട്ടലി ചെയ്യേണ്ടതാണ്. അതായത് ഓരോ ഇന്ത്യൻ സിറ്റിസൺസിനും ഈ ഒരു കാര്യം ബാധകമാക്കണം. കാരണം ഒരുപാട് ഇൻസിഡൻസ് ആണ് ഇതുപോലെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് വിവാഹം കഴിഞ്ഞ ആളുകൾ പിന്നീട് മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോയി, പിന്നീട് അത് ബ്രേക്കപ്പായി, പിന്നീട് കേസുമായി മുന്നോട്ട് പോകും. കേസ് കൊടുക്കുന്നത് റേപ്പ് കേസാണ്. രണ്ടാളുടെയും കൺസെന്റ് മൂലമാണ് ആ ഒരു റിലേഷൻഷിപ്പ് അവർ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. പിന്നീട് അത് ബ്രേക്കപ്പായി, എന്തെങ്കിലും കാരണത്താൽ അത് ബ്രേക്കപ്പായി,
പിന്നീട് കേസുമായിട്ട് പോകുന്നത് ഈ ലേഡിയാണ്. റേപ്പ് കേസും എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അതിൽ പ്രശ്നമുണ്ടാകാൻ പോകുന്നത് ആ ഒരു അക്യൂസ്ഡ് ആയിട്ട് വരുന്ന വ്യക്തിക്കാണ്. ഇവിടെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടുപേരുടെയും കൺസെന്റ് മൂലമാണ് ആ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. സുപ്രീം കോടതി ഇവിടെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ് സുപ്രീം കോടതി ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് രണ്ടുപേരും കൺസെന്റോട് കൂടി ചെയ്തിട്ടുള്ള റിലേഷൻഷിപ്പാണ് അത്. രണ്ടാമതായിട്ട് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് അവർ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്, അതായത് വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്, ആ സ്റ്റേറ്റ്മെന്റ് പറയുന്ന സമയത്ത് ഇപ്പോഴും സ്റ്റിൽ അതിൽ ഒരു വ്യക്തി വിവാഹിതയാണ്. അതായത് ആ ഒരു സ്ത്രീ ഇവിടെ വിവാഹിതയാണ്, അവർ ഡിവോഴ്സ് ആയിട്ടില്ല ലീഗലി. ആ സമയത്താണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുള്ളത്, അതായത് വിവാഹം കഴിക്കാമെന്ന്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റിന് ഒരു തരത്തിലുള്ള ലീഗാലിറ്റിയും ഇല്ല. അതുകൊണ്ട് തന്നെ ആ ലീഗാലിറ്റി ഇല്ലാത്ത ഒരു കാര്യത്തെ നമുക്ക് ഒരിക്കലും കേസ് ഫയൽ ചെയ്യാൻ പറ്റില്ല എന്നാണ് സുപ്രീം കോടതി ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. And thanks for watching me and stay tuned for another video. Okay, thank you.